1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അവിടുത്തെ സ്വഹാബികൾ പറയുകയാണ്, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളതൻ ബലീഗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു വാഇളായി, ഒരു പ്രഭാഷകനായി എണീറ്റു നിന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഭാഷണം ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു എന്ന് മാത്രമല്ല, ആ സമയത്ത് വവജിലത് മിൻഹൽ ഖുലൂബ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ കോരിത്തരിച്ചു പോയൊരു സംസാരമായിരുന്നു അത്. അതുപോലെ തന്നെ ദറഫത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ കണ്ണുകളൊക്കെ സജലമായി നിറഞ്ഞൊഴുകിയ സമയമായിരുന്നു അത്. ആ സമയത്ത് അത്രത്തോളം ശാന്തഗംഭീരമായ സദസ്സിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ എന്നാണ്. സ്വഹാബത്തെ, ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ്. ആ വഴിയുടെ പ്രത്യേകത അതിന്റെ രാത്രി തന്നെ, അതിന്റെ നിശ തന്നെ പകലിനേക്കാൾ പ്രശോഭിതമാണ്, ക്ലാരിറ്റി ഉള്ളതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇത്രത്തോളം വ്യക്തമായ ഒരു മതം, ആ ദർശനം, ഒരു മതം ഇസ്ലാം അല്ലാതെ ലോകത്ത് കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് ഇതര മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഉമ്മത്തിലെ സംഘടനകളും വിഭാഗങ്ങളും തമ്മിൽ ഗ്രൂപ്പുകളാകുന്നതും പിരിയുന്നതും. എന്തുകൊണ്ടാണ്? ഈ നിലപാടുകളിൽ സ്ക്രാച്ചുകൾ വരുമ്പോഴാണ്, ഈ നിലപാടുകളിൽ വ്യത്യസ്തത വരുമ്പോഴാണ് നാളെ ഇനിയും ഒരുപക്ഷെ സത്യത്തിന്റെ കക്ഷികളിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ കടന്നു വരാം. കാരണം ഈ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മനുഷ്യരാണ്. ആ മനുഷ്യർക്കിടയിൽ പിശാചുകൾ വന്ന് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് സത്യത്തിന്റെ കക്ഷികളൊന്നും ഇവിടെ അന്ത്യനാൾ വരെ ഒരു വിഭാഗം നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്.